എൻ്റെ പേരിൽ ഉള്ളതായ അനുഗ്രഹം അല്ലെങ്കിൽ ജ്യേഷ്ഠാവകാശം അവൻ വളഞ്ഞ വഴിയിലൂടെയാണല്ലോ എടുത്തത്. ജ്യേഷ്ഠൻ്റെ വസ്ത്രം ഇട്ടിട്ടാണ് അപ്പനിൽ നിന്ന് അവൻ അത് തട്ടിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇസഹാക്ക് പറയുന്നത്, ശരീരം ഏശാവിൻ്റെതും ശബ്ദം യാക്കോബിൻ്റെതും. ഇറ്റ് വാസ് എ ഡ്രാമ. ഒരു ചുറ്റിക്കളിയിൽ ഉപായരൂപേണിയാണ് അവൻ എടുത്തത്. ശരീരം യാക്കോബിൻ്റെതും ശരീരം യേശാവിൻ്റെതും ശബ്ദം യാക്കോബിൻ്റെതും. പക്ഷേ അതിൻ്റെ ആ ചുറ്റിക്കളി മാറ്റാൻ വേണ്ടിയാണ് യാബൂക്ക് കടവിൽ അന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നത്, വാട്ട്സ് യുവർ നെയിം? കാരണം ഇവൻ പേര് മാറ്റിയാണ് അപ്പനെ കളിപ്പിച്ചത്. പേര് മാറ്റി അപ്പനെ കളിപ്പിച്ച ആ ദൈവം മറവി രോഗം ഉള്ളത് കൊണ്ടല്ല എൻ്റെ പേര് മറന്നുപോയി എന്ന് പറഞ്ഞത്. നക്ഷത്രങ്ങൾക്ക് പേര് വിളിക്കുന്ന കർത്താവിന് കൊടാനുകൂടി നക്ഷത്രങ്ങൾക്ക് പേര് വിളിച്ച കർത്താവിന് മറവി ഇല്ല. പക്ഷെ എന്നിട്ടും അവൻ്റെ ചുറ്റിക്കളി മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് വീണ്ടും ചോദിക്കുന്നത്, നിന്റെ പേരെന്താ? അപ്പോൾ അതിൻ്റെ അർത്ഥം വളഞ്ഞ വഴി നടക്കുന്നവന് ചുമക്കാൻ പറ്റുന്നതല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. അപ്പോൾ ആദ്യം നമ്മൾ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പാഠമാകുന്ന ആ ട്രാൻസ്പെറൻറ്റ് ലൈഫ് സ്റ്റൈല് നമുക്കുണ്ടായിരിക്കണം. വളരെ നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാതെ, സ്വഭാവ രൂപീകരണമില്ലാതെ ദൈവവചനത്തോട് അകന്നല്ല ജീവിക്കേണ്ടത്, ദൈവവചനത്തിലൊക്കെ ജീവിക്കുക. ദൈവവചനത്തോട് അകന്നുമല്ല അടുത്തുമല്ല, ദൈവവചനത്തിൽ തന്നെ നമ്മുടെ സ്വഭാവത്തെ ഇട്ടുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്യൂൺ ചെയ്യുമ്പോൾ മാത്രം വെളിപ്പെടുന്ന ഒരു ഡിവൈൻ ലൈഫ് സ്റ്റൈലാണ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്.